ഞങ്ങൾ ഓശാനിയെല്ലാം കഴിഞ്ഞ് വരുന്ന വഴിയായിരുന്നു. അന്നേരം ഓർത്ത് വിശന്ന് കുടല് കരിയുന്നുണ്ടല്ലോ, എന്ത് കഴിക്കും ഉച്ചയ്ക്ക്. പിള്ളേരാണെ കസിൻസിൻ്റെ വീട്ടിൽ പോയി. ഉടനെ ഫോണെടുത്ത് മാർട്ടിൻ്റെ കടയിലോട്ട് വിളിച്ച് 2 പൊതിച്ചോറും ഓർഡർ ചെയ്ത് അതും പിക്കപ്പ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്ന രംഗമായി കാണുന്നത്. 1 2 3 4 5. ഇത് 5 ഓക്കെ. ഇത് കട്ട്ലറ്റാണേ, ഒരു എക്സ്ട്രാ കട്ട്ലറ്റ് ഓർഡർ ചെയ്തായിരുന്നു തോന്നുന്നു. എനിവേ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളത് നമ്മളെ സ്വന്തം ലേക്കിൻ്റെ കരയിൽ നിന്നത് കഴിക്കണം നമുക്ക്. ആ പൊതിച്ചോറിനെ കുറിച്ച് ഒത്തിരി കേട്ടിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കട്ടെ എങ്ങനെയുണ്ടാവുന്നു. വാവ്, ഈ വരുന്ന മണം ഉണ്ടല്ലോ, നമ്മളെ കുട്ടിക്കാലത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു മണമാണ് ഈ വാട്ടിയ വാഴയിലയുടെ മണം. അമ്മക്ക് ഇത്രയും കറിയൊന്നും ഉണ്ടാവാറില്ലായിരുന്നു, പക്ഷേ ഇപ്പം ഇതിൻ്റെ അകത്ത് മുട്ട പൊരിച്ചിട്ട് കാണുന്നുണ്ട്. പിന്നെ കറികളിതാ പല പല കറികളുണ്ട്. ആദ്യം തൊട്ടേ നമ്മളിത് തുറന്നൊന്ന് നോക്കണമായിരുന്നു. വാവ്, സാമ്പാർ, പായസം, കൊഴുവ വറുത്തത്, എൻ്റെ അമ്മോ, അല്ല ഒന്നാന്തരം അടപ്രഥമനാ. അത് സാമ്പാറിൻ്റെ കളറ് കണ്ടാൽ അറിയാം അടിപൊളിയായിരിക്കും. ഈ സാമ്പാറെല്ലാം കൂടി ഒഴിച്ച് നമ്മളിതൊന്ന് കുഴച്ചൊരു പിടുത്തം പിടിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. നല്ല വിശപ്പുണ്ട്. കറുമുറ കരിയുന്നത് കൊഴുവ. കരിഞ്ഞില്ല കേട്ടോ, നല്ല ഒന്നാന്തരമായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ടേ. അടിപൊളി കേട്ടാ, ഒരു രക്ഷയില്ല. അടിപൊളി, ഒരു രക്ഷയില്ല. അത്രയും രുചിയുണ്ട്. നമുക്ക് വയറും മനസ്സും നിറഞ്ഞു കഴിക്കാൻ പറ്റുന്ന ഒരു പൊതിച്ചോറ്. അടിപൊളി, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിവേ, ഇപ്പോൾ അമേരിക്കയിൽ നിങ്ങളുടെ അടുത്തുള്ള മലയാളി കടയിൽ എവിടെയെങ്കിലും ഈ പൊതിച്ചോറ് കിട്ടുമെങ്കിലൊന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കിക്കോ.